ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജാംനഗറിലെ ദർബാർഗഡ് എന്ന് പറഞ്ഞ ഏരിയയിലാണ്. അതൊരു മാർക്കറ്റ് ഏരിയ ആണ്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ചില കാഴ്ചകളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ സംഭാഷണം കുറച്ച് കുറവായിരിക്കും. കാഴ്ചകൾ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ബാക്കി. നമ്മളിവിടെ കാണുന്നത് ഒരു സെമി സർക്കുലർ ഷേപ്പിലൊരു ബിൽഡിംഗ് ഉണ്ട്. അതാണ് ഈ ദർബാർഗഡ് ഏരിയ എന്ന് പറയുന്നത്. അതിൻ്റെ സൈഡിലേക്ക് ഇങ്ങോട്ട് ഫുഡിൻ്റെ ഒരു മാർക്കറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ ഈ സൈഡിലേക്ക് ഇതുണ്ട്, ഒരു ഡ്രസ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ട് ഈ സൈഡിലേക്ക്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് വെജിറ്റബിൾ മാർക്കറ്റിലേക്കാണ്. ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ മാർക്കറ്റ് ഉള്ളത്. ഡ്രസ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ, ഓർണമെൻറ്റ്സ്. ആ മാർക്കറ്റിലെ കാഴ്ചകൾ ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കുന്നുണ്ട്. വളരെ ചീപ്പായിട്ടുള്ളൊരു മാർക്കറ്റാണ്. ഈ സൈഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇവിടെ ഇതുണ്ട്, മറ്റേ വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്, ഫ്രൂട്ട്സിൻ്റെ ഇതുണ്ട്, മാർക്കറ്റ് ഉണ്ട്, ഫിഷ് മാർക്കറ്റ്, ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഇത് മിക്സഡാണ് കേട്ടോ. ഇവിടെ വെജിറ്റബിളും ഫ്രൂട്ട്സും ഉണ്ടാവും, രണ്ടു സാധനങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ വളരെ വില കുറഞ്ഞ രീതിയിലാണ് ഇവിടെ. ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഈ ബിൽഡിംഗ് കണ്ടില്ല, അത് പഴയ കാലത്തെ മാർക്കറ്റാണ്. പക്ഷേ ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്, ആരും ഉപയോഗിക്കുന്നില്ല. ശരി, റിനോവേറ്റ് ചെയ്തെടുത്താൽ നല്ല രസമുണ്ടാവും മാർക്കറ്റ്. ഈ ക്യാമറ എത്രമാത്രം ആളുകൾക്ക് ഇഷ്ടപ്പെടും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ചില ഭാഗത്ത് ചിലപ്പോൾ ക്യാമറ ഫ്രണ്ട്ലി ആവില്ല, അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യേണ്ടി വരും. ഇതാണ് ശരിക്കും ഒരു ട്രഡീഷണൽ ഇതിലായിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ആ മാർക്കറ്റിൻ്റെ വൈബ്. കല്യാണ സീസണാണ് ഇപ്പോൾ. ഒരു കല്യാണ പാർട്ടിയാണ് പോയത്. ഇവിടെ നമ്മൾ നേരെ പോണത് ഫിഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഇതാണ് ഫിഷ് മാർക്കറ്റ്. ഇപ്പോൾ ഇവിടെ ഫുള്ള് ലേഡീസാണ് അധികം കച്ചവടത്തിനുണ്ടാവല്. ഇപ്പോൾ താഴെ ഫ്ലോറിൽ വെച്ചിട്ടാണ് ഇതിങ്ങനെ വിൽക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ വൃത്തിയൊന്നും ഉണ്ടാവില്ല.
ചെമ്മീൻ, ഞണ്ട്, ഇതൊക്കെ ഉണ്ട് ഇവിടെ. വലിയ വലിയ ചെമ്മീൻ കണ്ടില്ല. 300 റുപ്യൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടെ ചെമ്മീൻ. एक केजी चाहिए. നമ്മൾ ട്യൂണയാണ് കേട്ടോ വാങ്ങിയത്. ഒരു ട്യൂണ ഫുള്ള് 300 രൂപയാണ്. 200 രൂപയാണ് കെ ജിക്ക്. പിന്നെ സ്രാവുണ്ട് ഇവിടെ. വേറെ എന്തൊക്കെയോ മീനുണ്ട്, പേരറിയാത്തത്. മീന് നമ്മൾ തൊലിയൊക്കെ പൊളിച്ച് നല്ല ഹലുവ കഷ്ണം പോലെ ആക്കി തരും കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ ക്യാമറ പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഈ സ്ത്രീകളാണ് അധികം വിൽക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ക്യാമറ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. പിന്നെ ഇത് ഉണ്ട്, ചിക്കൻ സ്റ്റോളുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. സാധാരണ നമ്മളവിടെ ഉള്ളവർക്ക് പറ്റല് ചെമ്മീന് പറ്റും, ഇവിടുത്തെ കുഴപ്പമില്ല. പിന്നെ ട്യൂണ അപൂർവമായിട്ടാണ് അയിലി മത്തി ഉണ്ടാവല്. പിന്നെ മാലാന് അങ്ങനെയുള്ള ചില മീനുകളൊക്കെ ഉണ്ടാവും. അധികം നമുക്ക് അങ്ങനെ പരിചയമുള്ള മീനുകളല്ല. പിന്നെ ഞണ്ട് കുഴപ്പമില്ല കേട്ടോ. ഞണ്ട് 300 രൂപ കിട്ടും. നമ്മുടെ ഫിഷ് മാർക്കറ്റിന് പുറത്ത് കിടന്ന് ഇനി വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് 1-2 സാധനങ്ങൾ വാങ്ങിക്കണം. ഇവിടെ ഇതുപോലെ വെളുത്തുള്ളി നമുക്ക് തൊലിച്ചിട്ട് കിട്ടും. ഈ വിൽക്കുന്നതൊക്കെ സെക്കൻഡ് ഹാൻഡ് ക്ലോത്താണ് കേട്ടോ. പിന്നെ ഓർണമെൻറ്റ്സ്. നമുക്ക് വേറെ സാധനം കൂടി വാങ്ങിക്കാണ്ട്, മുരിങ്ങൻ്റെ ഇല വാങ്ങിക്കണം. ഞാൻ വരുമ്പോൾ ഇവിടെ മുരിങ്ങൻ്റെ ഇല ഉണ്ടായിരുന്നത്, പെട്ടെന്ന് തീർന്നു പോയി. അയ്യോ, വരുമ്പോൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ വാങ്ങിക്കാൻ പറ്റിയില്ല. ഇവിടെ മുരിങ്ങൻ്റെ ഇല ഉണ്ട് കേട്ടോ. ദീദി कवर है। ഉണ്ണിപ്പിണ്ടി വാഴക്കൂമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല ഇവിടെ. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറി മേടിക്കണം. ഈ രീതിൻ്റെ അടുത്താണ് പച്ചക്കറി മേടിക്കുന്നത്. ഇവിടെ വാഴക്കൂമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇതാവട്ടെ. ഉണ്ണിപ്പിണ്ടി എന്താ ഉണ്ണിപ്പിണ്ടി ഏതാ, വാഴക്കൂമ്പ് ഏതാ, टमाटर हाँ ओके 15 हाँ
15 റുപ്യക്ക് 250 ഗ്രാമാണ് കേട്ടോ ദീദി പറയുന്നത്. दस नंबर मिर्ची चाहिए. नहीं वो ये चाहिए जो थैला. थैला चाहिए. हाँ हाँ 4-5. ഈ റോബസ്റ്റ് പഴത്തിൻ്റെ പച്ചക്കായാണ് കേട്ടത്. अजय 4 दे दो. वो 4 दे. 20 रुपया. हाँ वो मसाला मिक्स करके दे दो. मिक्स करके दे दो. ये 3 करी पत्री नहीं है ना. हाँ थोड़ा वो भी चाहिए. ഇതെന്താ ഈ മുരിങ്ങൻ്റെ പൂവാണ് അയക്കുന്നത്. മുരിങ്ങ പൂവ് कितने हुआ? 50 में 5. 50 नहीं. 50 റുപ്യ കേട്ടോ. ഈ കാണുന്നതൊക്കെ ഓർണമെൻറ്റ്സ് ആണ് ലേഡീസുള്ള. അതാണ് ഇവിടെ നല്ല സ്ത്രീകൾ കൂടിയിട്ടുള്ളത്. ഈ കാളവണ്ടി ഒക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായ സാധനമല്ലേ. ഇനി നമുക്കൊരു സാധനം കൂടി കിട്ടാണ്ട്, അതായത് ഈ എന്താണ് വെളുത്തുള്ളി ഉരിച്ചത് ഉണ്ടാവും. അത് കിട്ടിക്കഴിഞ്ഞാൽ സുഖമാണ്. പിന്നെ നമുക്ക് കറിയിലൊക്കെ ഇടാനും പിന്നെ ഇപ്പം മെനക്കെടണ്ട. भाई 20 में चाहिए. 20 का 20 റുപ്യൊക്കെ കിട്ടും കേട്ടോ. 20 റുപ്യ കണ്ടാൽ ഞെട്ടിപ്പോകും. എത്ര പണിയുണ്ട് എന്നറിയാം. ഇത് ഉരിച്ചുണ്ടാക്കാൻ തന്നെ 20 റുപ്യേൻ്റെ പണിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മാർക്കറ്റ്. ശരിക്കും പൊളിഞ്ഞെടുക്കട്ടെ. നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി മാർക്കറ്റാവും. സാധാരണഗതിയിൽ ഇവർ കുറച്ചും കൂടി ഇങ്ങോട്ട് തള്ളിയിട്ടാണ് നിൽക്കലിട്ട റോട്ടിലേക്ക്. ഇന്നിപ്പോൾ എന്താണെന്നാവും കുറച്ച് പിന്നോട്ടാണ് നിൽക്കണത്. സാധാരണ നടക്കാനുള്ളൊരു വഴി മാത്രമേ ഉണ്ടാവുള്ളൂ നടുവിൽ. ഞാൻ വിചാരിച്ച് ആൾക്കാർക്ക് ക്യാമറേനോട് പ്രശ്നം ഉണ്ടാവും കേട്ടാ. പക്ഷെ ആൾക്കാർക്ക് കുഴപ്പമില്ല. ഈ മല്ലിച്ചപ്പൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ ഏറ്റവും വിലയുള്ള സാധനമാണ് അത് മല്ലിച്ചപ്പ്. പക്ഷെ ഇവിടെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന സാധനമാണ്. ആൾക്കാർ ചിലർ എന്നെ വീഡിയോ എടുക്കാൻ നിർബന്ധിക്കുക. അതായത് അവർ ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതമാണെന്നുള്ള രീതിയിലാണ് ചില ആളുകൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ചെറിയ, അതായത് മാർക്കറ്റിൻ്റെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തന്നെന്നുള്ളൂ.
എങ്ങനെയാണ് ഈ ഗുജറാത്തിലെ നോർത്ത് ഇന്ത്യയിലെ മാർക്കറ്റ് എന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ ബൈ.